പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി സിദ്നി ഇൽമ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സലാം പറയുന്നതിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, ഇൻഷാ അള്ളാഹ്. സലാമിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് ഏവർക്കും അറിയാമല്ലോ. മുസ്ലിങ്ങളുടെ ഇടയിൽ സ്നേഹവും സൗഹാർദ്ദവും വിശ്വാസവും നൽകുന്ന ഒരു അഭിവാദ്യമാണ് സലാം പറയൽ. മറ്റു മതസ്ഥകരിൽ നിന്നും വ്യത്യസ്തമായ ഈ ഒരു അഭിവാദ്യം നാം പ്രചരിപ്പിക്കുക. ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന സലാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം സലാം പ്രചരിപ്പിക്കുക. സലാം പ്രചരിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സഹായവും അനുഗ്രഹവും നമുക്കുണ്ടാകും. ഒരു പൂർണ്ണ വിശ്വാസിയുടെ ലക്ഷണമാണ് സലാം പറയൽ. ഒരു അധ്വാനവും കൂടാതെ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ നാം മുന്നേറിക്കൊണ്ടിരിക്കുക. സലാമിന്റെ പൂർണ്ണമായ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ്. സലാം മടക്കുന്നവരും അതുപോലെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. അതിൽ പ്രതിഫലം കൂടും. നാം നമ്മുടെ വാട്സപ്പ് വഴിയും കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും ലോകത്തിന്റെ ഏത് മൂലയിലായാലും സലാം പ്രചരിപ്പിക്കുക. സലാമിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സഹായവും അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ്. ചെറിയ കുട്ടികളെ നാം സലാം പഠിപ്പിക്കുക. വീട്ടിലേക്ക് കയറി വരുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ചെറിയവർ വലിയവരോട് സലാം ചൊല്ലുക. സലാമിന്റെ പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കുക. ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഒരു പ്രോഗ്രാം സലാം പ്രചരിപ്പിക്കുക എന്നതിലൂടെ നടത്തി വൻ വിജയത്തിലാവുകയും ചെയ്തു. അതിൽ കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു. നാം ഖബറുകളിൽ കാണുമ്പോൾ സലാം ചൊല്ലുക. അത് നമുക്ക് മരണചിന്തയെ ഓർമ്മപ്പെടുത്തും. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, ഇസ്ലാമിക മര്യാദകളിൽ നടപടികൾ ശ്രേഷ്ഠമായത് എന്താണെന്ന്. നബി തിരുമേനി അരുളി, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുകയും നിനക്ക് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയുകയും ചെയ്യുക എന്നുള്ളത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് സലാമിന്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. നാം സലാം പ്രചരിപ്പിക്കുക. സലാമിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ അത് മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ പ്രതിഫലേച്ഛയോടുകൂടി സലാം പറയുക. പ്രവാചക പത്നിമാരുടെയും സ്വഹാബി വനിതകളുടെയും മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം നന്മകളിൽ മുന്നേറിക്കൊണ്ടായിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.